ചലച്ചിത്ര താരവും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേരുന്നു. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ജസ്റ്റിസ് ഹേമ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിട്ട് ഏകദേശം 5 വർഷം ആകാൻ പോകുന്നു. അതിനിടയിലാണ് ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ ഉള്ളടക്കം പുറത്തു വിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാവ് സജിമോൻ പാറയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നു. എന്തായാലും ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നു. ഇതിൻ്റെ ഉള്ളടക്കം പുറത്തു വിടാം, ഈ റിപ്പോർട്ട് പരസ്യമാക്കാം എന്നാണ് ഇപ്പോൾ കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഇത് പുറത്തു വിട്ടാൽ ചലച്ചിത്ര മേഖല നിലവിൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക്, സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ കുറേയധികം സ്ത്രീകൾ അവിടെ പോയി സംസാരിച്ചത്. ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ചെറിയൊരു പ്രശ്നം സിനിമയിലെ ആകെ 60 സ്ത്രീകളെ മാത്രമേ അവിടെ റിപ്പോർട്ട് എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ സിനിമയിൽ 60 സ്ത്രീകളല്ലല്ലോ. അപ്പോ വലിയൊരു വിഭാഗം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, ഹെയർ ഡ്രസ്സേഴ്സ്, ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇവരുടെ ഒന്നും റിപ്പോർട്ട് എടുത്തിട്ടില്ല. അത് റിപ്പോർട്ട് ആക്ച്വലി പൂർണ്ണമല്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത് ഇതിനകത്ത് എന്തോ ഉണ്ട് എന്നുള്ളൊരു ഭയം കൊണ്ടായിരിക്കുമല്ലോ ഇവര് ഇത് പുറത്തു വിടരുത് എന്ന് ഭയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കോടതി എടുത്തിരിക്കുന്ന നല്ലൊരു തീരുമാനമാണ്. പക്ഷെ ആരും പ്രതീക്ഷിക്കുന്നത് പോലെ അതിന്റെ പൂർണ്ണമായ ഉള്ളടക്കമൊന്നും ഇതിൽ ഉണ്ടാവില്ല. ഈ റിപ്പോർട്ടിൽ അതൊരു സംശയമില്ല. പൂർണ്ണമായ ഉള്ളടക്കം വരില്ല. ഇത് ഏതായാലും ഹേമ കമ്മീഷന് മുമ്പാകെ ഈ നടിമാരും അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ, അവർ കൊടുത്ത ആ മൊഴി എന്തായാലും പരസ്യപ്പെടുത്താനാവില്ല. പക്ഷേ ആർക്കെതിരെയാണോ ഇവർ മൊഴി കൊടുത്തത് അവർ പുറത്ത് വരേണ്ടതല്ലേ? അവരുടെ മുഖം മൂടി അത് പിച്ചി ചീന്തേണ്ടതല്ലേ ഈ ഘട്ടത്തിൽ എങ്കിലും? അല്ല ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഒറ്റ കാര്യം, അതായത് ഇപ്പോൾ ഈ ചലച്ചിത്ര മേഖലയിൽ നായകന്മാർ ഈ റിപ്പോർട്ട് പുറത്തു വന്നു കഴിഞ്ഞാൽ അവർ വില്ലന്മാരായിട്ട് മാറുമോ? അതല്ല, ഇത് താങ്കൾ വിചാരിക്കുന്ന മാതിരി ഇത് പിച്ചി ചീന്തുക എന്ന് പറയുന്നതിനപ്പുറം നിയമപരമായി ഇതിനൊരു പ്രതിവിധി ഉണ്ടാകുകയാണ്. ആ നിയമപരമായ ഒരു പ്രതിവിധി ഇതിൽ ഉണ്ടാക്കാൻ പറ്റില്ല. കാരണം ഇത് എപ്പോഴോ നടന്ന കാര്യങ്ങളാണ്. ഇതിന് യാതൊരു തെളിവുകളുമില്ല. ഈ തെളിവുകളില്ലാത്ത ഒരു സാധനം പുറത്തു വിടുമ്പോൾ ഇത് ബൂമറാങ് മാതിരി പറഞ്ഞ ആൾക്കെതിരെ തന്നെ തിരിച്ചു വരും. കാരണം നിങ്ങൾ എനിക്കെതിരെ അനാവശ്യമായ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർക്ക് ഈ പറഞ്ഞ വ്യക്തിക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കുക. കാരണം ഞാൻ എന്റെ കാര്യം ഞാനും റിപ്പോർട്ട് കൊടുത്തിട്ടുള്ള ഒരാളാണ്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഒരാൾക്കെതിരെ വ്യക്തമായി പേര് പറഞ്ഞു കൊടുത്താൽ ആ വ്യക്തിയുടെ പേര് താങ്കളൊക്കെ പ്രതീക്ഷിക്കുന്ന മാതിരി പേര് പുറത്തു വന്നാൽ ആ പേര് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമായില്ല. എന്ന്, എപ്പോ, എവിടെ വെച്ച് അതിന്റെ എല്ലാ തെളിവുകളും ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയാണല്ലോ നിയമപരമായി. അതെനിക്ക് കൊടുക്കാൻ സാധിക്കാത്തിടത്തോളം കാലം ഈ പേര് പുറത്തു വന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഇത് ഈ പറഞ്ഞ മാതിരി വെറുതെ ഒരു ആരോപണം മാത്രമായി പരിഹസിച്ച് തള്ളും സമൂഹം. ഇതേ മാധ്യമങ്ങളും ഇതേ സമൂഹവും അത് നമ്മൾ എപ്പോഴും കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പറയുന്ന സ്ത്രീകൾക്കെതിരെയാണ് എപ്പോഴും സമൂഹം തിരിയുന്നത്. അപ്പൊ നമുക്കിടയിൽ തന്നെ ഇപ്പൊ 2 സ്ത്രീകൾ ഇതേപോലെ ഒരു പ്രശ്നം വന്നിട്ട് എന്തായിരുന്നു ആ കേസും ഈ പറയുന്ന മാതിരി ഒന്നൊന്നും ആകാതെ പോയിക്കൊണ്ടിരിക്കല്ലേ? എന്തുകൊണ്ടാണ്? ഒന്ന് എവിഡൻസ് ഇല്ല എന്ന് പറയും, അല്ലെങ്കിൽ ഉഭയസമ്മതപ്രകാരം എന്ന് പറയും. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ടിൽ ആരുടെയും പേര് വിവരങ്ങൾ ഉണ്ടാവില്ല. പക്ഷേ സിനിമയ്ക്കുള്ളിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പല കാര്യങ്ങളും അതിൽ ഉണ്ടാകും. അതിൽ ലൈംഗികപരമായിട്ടുള്ളതും സാമ്പത്തികപരമായിട്ടുള്ളതും യാത്രകളിൽ ഉണ്ടാകുന്ന അരക്ഷിതാവസ്ഥയും എല്ലാം അതിലുണ്ടാകും. അതിനൊരു പ്രതിവിധി കാണുക എന്നതാണ് സർക്കാരിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു ജോലി. ഭാഗ്യലക്ഷ്മി, തുറന്ന് പറഞ്ഞവർ അല്ലെങ്കിൽ തുറന്ന് പറയുന്നവർ വീണ്ടും ഒതുക്കപ്പെടും അല്ലേ? അങ്ങനെ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞവർക്ക് അതിന് നിയമപരമായിട്ടുള്ള പരിരക്ഷ കിട്ടുന്നില്ല എന്നുള്ളതാണ്.
അല്ല, ഇത് തുറന്ന് നമ്മളിപ്പോ നമുക്ക് നമ്മുടെ സംഘടനാപരമായിട്ട് തന്നെ നോക്കൂ. ഒരു നിർമ്മാതാവിനെതിരെ ഞാൻ ജോലി ചെയ്തതിന്റെ പൈസ എനിക്ക് തന്നില്ല എന്ന് നമ്മൾ പരാതിപ്പെടുമ്പോ അയാളുടെ അടുത്ത പടത്തിൽ നിന്ന് ആ പരാതിപ്പെട്ട വ്യക്തിയെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യുന്നത്. ആ ഒരു വിഷയത്തിലെ അങ്ങനെ ആകുമ്പോ ഇതെല്ലാവർക്കും സംഭവിക്കുന്നത്. ആണുങ്ങൾക്ക് സംഭവിക്കും, പെണ്ണുങ്ങൾക്ക് സംഭവിക്കും. അപ്പൊ പിന്നെ ലൈംഗികപരമായിട്ടുള്ള ഒരു ആരോപണവും കൂടി വരുമ്പോ അതും ഇതുപോലെ തന്നെ ബാധിക്കപ്പെടും. അപ്പൊ പലരും നിലനിൽപ്പിനെ ഭയന്നാണ് പലതും പുറത്തു പറയാതെ ഒന്നുകിൽ അവിടെ നിന്ന് മാറിപ്പോകും, അല്ലെങ്കിൽ ഈ പറയുന്ന എവിടെയാണ് ഇത് പരാതി പറയുക ഒന്ന് പറയൂ. ആരോടാണ് ഈ പരാതി പറയുക? പരാതി പറയാൻ ഒരു ഇടം വേണ്ടേ ഇവിടെ? അല്ല, അതിനല്ലേ അമ്മ പോലുള്ള സംഘടനകളൊക്കെ. സംഘടനകൾ, ഞാൻ പറയട്ടെ, ഈ സംഘടനകൾക്കുള്ളിൽ ഒതുക്കി നിർത്താം എന്നല്ലേ ഉള്ളൂ. അല്ലാതെ സംഘടനകൾ ഒരിക്കലും നിയമപരമായി പോകാൻ സ്ത്രീകളെ സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരതിന്റെ ഉള്ളിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് ഇനി അങ്ങനെയൊന്നും ഉണ്ടാവരുത്, പോട്ടെ, അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സംഭവിക്കുള്ളൂ. അത് സ്വാഭാവികമാണ്. അല്ല, സർക്കാരിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്? നോക്കൂ, ഈ കമ്മീഷന്റെ പ്രവർത്തനത്തിന് 1 കോടിയിലധികം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. 1 കോടിയിലധികം രൂപ ചെലവഴിച്ച ഒരു കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ, അതിലെ ശുപാർശകളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? സർക്കാരിൽ എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ട്? ഞാൻ മുമ്പ് മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഇത് സർക്കാരോ കോടതിയോ ഇവിടുത്തെ നിയമങ്ങളൊന്നും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് ഒരു കാര്യമില്ല. സിനിമയ്ക്കുള്ളിൽ നമ്മൾ വ്യക്തിപരമായി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമേ ഇവിടെ വാല്യൂ ഉള്ളൂ. കാരണം എന്നെ ഒരാൾ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ, ശാരീരികമായി ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ചൂഷണം ചെയ്യാൻ നിന്ന് കൊടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനാണ്. അതല്ലാതെ ഇപ്പൊ സർക്കാരിന് ഞാൻ ചോദിക്കട്ടെ, ഒരു നിയമം സർക്കാർ കൊണ്ടുവന്നു എന്നിരിക്കട്ടെ, ആ നിയമം പാലിക്കപ്പെടണമെന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ICC എത്ര സെറ്റുകളിൽ ICC ഉണ്ട് എന്ന് ആർക്കെങ്കിലും അറിയാമോ? ഇവിടെ ICC നടപ്പിലാകുന്നുണ്ടോ? ആരെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ? ഇതുവരെ ഒരു പരാതിയും വന്നിട്ടില്ലല്ലോ. ഇവിടെ ICC ഉണ്ടല്ലോ. ICC എല്ലാ സെറ്റുകളിലും നിർബന്ധമായിട്ട് ഷൂട്ടിംഗ് സെറ്റ്, സീരിയൽ, സിനിമ സെറ്റുകളിൽ ഉണ്ടായിരിക്കണം എന്നാണല്ലോ നിയമം. അത് സർക്കാർ കൊണ്ടുവന്ന നിയമമാണല്ലോ. അത് പാലിക്കപ്പെടുന്നുണ്ടോ? കമ്മീഷന് മൊഴി നൽകിയ ഒരു വ്യക്തി എന്ന നിലയിൽ ഈ കമ്മീഷൻ ഈ വിഷയത്തെ വളരെ ഗൗരവത്തോടെയാണോ എടുത്തിരിക്കുന്നത്? കമ്മീഷന്റെ ഇടപെടൽ എങ്ങനെയായിരുന്നു? എന്നോട് ഞാൻ ചെന്നിരുന്നപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കെതിരെ അത്തരത്തിലുള്ള പെരുമാറ്റങ്ങളെല്ലാം ഞാൻ തന്നെ അപ്പോൾ തന്നെ ചെറുത്ത് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരിടത്ത് ഒരു പരാതി പറയേണ്ടി വന്നില്ല. എന്നെ അത്തരത്തിൽ ഒരാൾ മോശമായി പറയുകയോ സമീപിക്കുകയോ ചെയ്താൽ എനിക്ക് തന്റെ സിനിമ വേണ്ടടോ എന്നിറങ്ങി പോകാനുള്ള ഒരു ധൈര്യം എനിക്കുണ്ടായിരുന്നു. അത് തന്നെയാണ് അതിന്റെ ഏറ്റവും ശക്തമായ നിയമം എന്ന് പറയുന്നത്. അതല്ലാതെ ഇവിടെ ഓരോ നിയമം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ആ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടുന്നുണ്ടോ എന്ന് ഡെയിലി സെറ്റിനകത്ത് പിന്നെ കോടതിക്കോ പോലീസിനോ സർക്കാരിനോ പോയി അന്വേഷിക്കാൻ പറ്റുമോ? സിനിമയ്ക്കുള്ളിൽ താങ്കൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. ICC എന്ന് പറയുന്ന കമ്മിറ്റിയിൽ 2 പേർ ആ സിനിമയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഒരാളാണ് പുറത്തുനിന്ന്. ഈ 2 സിനിമയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ ആ ICC കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ ആ 2 പേര് ഇപ്പൊ ഞാൻ ചെന്ന് അവരോട് പറയാണ്, ICC കമ്മിറ്റിയോട് പറയാണ്, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഈ സിനിമയുടെ നിർമ്മാതാവിൽ നിന്ന് അല്ലെങ്കിൽ സംവിധായകരിൽ നിന്ന് അല്ലെങ്കിൽ അവിടെയുള്ള മേക്കപ്പ് ഏതൊരു പുരുഷനെതിരെയും എനിക്കൊരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി ആ 2 സിനിമയിൽ പ്രവർത്തിക്കുന്ന 2 പേര് സത്യസന്ധമായി എനിക്ക് വേണ്ടി സംസാരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. കാരണം അത് അവരുടെയും കൂടി തൊഴിലില്ലാതെയാവുന്ന ഒരു കാര്യമാണ്. ഇത് ഞാൻ വിചാരിക്കണം, എന്റെ ആര് ചൂഷണം ചെയ്യണം വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം, അത്രേ ഉള്ളൂ. അപ്പൊ ഈ റിപ്പോർട്ടും വേസ്റ്റായി എന്ന് പറയാം ചുരുക്കത്തിൽ. ഈ റിപ്പോർട്ട് ആദ്യം എടുക്കുമ്പോൾ തന്നെ അവർ പറയുന്നുണ്ട്, നിങ്ങളുടെ പേര് പുറത്തു വിടില്ല, നിങ്ങൾ പറയുന്ന ആളുടെ പേരും പുറത്തു വിടില്ല എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുത്തിട്ടാണ് അവർ ഈ റിപ്പോർട്ട് തന്നെ എടുക്കുന്നത്. അല്ല, പക്ഷേ ഈ വില്ലന്മാരെ പൊതുസമൂഹം മനസ്സിലാക്കണ്ടേ, തിരിച്ചറിയണ്ടേ? ഞാൻ ചോദിക്കട്ടെ, ഈ വില്ലന്മാരെ പൊതുസമൂഹം അറിഞ്ഞിട്ട് എന്ത് കാര്യം? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന മാധ്യമങ്ങളെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പിന്നെ കാത്തിരിക്കുന്ന ആളുകളുടെ ഇവരെയൊക്കെ നിങ്ങൾ തന്നെയല്ലേ വലിയ നായകന്മാരാക്കി വെച്ചിരിക്കുന്നത്? നിങ്ങളല്ലേ അവരെ പിന്നെ ആഘോഷിച്ചു കൊണ്ട് നടക്കുന്നത്? നിങ്ങൾ മാറ്റി നിർത്തുവോ? ഒന്ന് പറയൂ.
നിങ്ങൾ മാധ്യമങ്ങൾ അവരെ മാറ്റി നിർത്തുമോ? നമ്മൾ നടിയുടെ വിഷയത്തിൽ തന്നെ നോക്കൂ, ആരെങ്കിലും മാറ്റി നിർത്തിയിട്ടുണ്ടോ? ആ വിഷയത്തിന് ആർക്കെതിരെയാണോ വന്നത് ആ വ്യക്തി ആരെങ്കിലും മാറ്റി നിർത്തുന്നുണ്ടോ? ഈ സമൂഹം അവരെ ആഘോഷിച്ച് നടക്കുകയല്ലേ, ഈ മാധ്യമങ്ങൾ ആഘോഷിച്ച് നടക്കുകയല്ലേ. പിന്നെ ആരെയാണ് നിങ്ങൾ ഇതൊക്കെ പിച്ചി ചെയ്യുന്നുണ്ട്? ആരും ഒന്നും ചെയ്യുന്നൊന്നുമില്ല. അതിപ്പോ തൽക്കാലം കുറച്ചു ദിവസം എല്ലാവരും സംസാരിക്കും, കുറെ വാർത്തകൾ വരും, അത് കഴിയുമ്പോൾ എല്ലാവരും മറക്കും. ഈ പറഞ്ഞ പെണ്ണ് മാത്രം ഒറ്റപ്പെട്ടു പോകും. ഇവിടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യമാണിത്.